ഡീൻ കുര്യാക്കോസ് നടക്കുമ്പോൾ എന്തെങ്കിലും ഏനക്കേടുണ്ടോ? ഇന്നലെ പാറ്റ പാർട്ടികളുടെ സമരം കോൺഗ്രസ് അതിവിദഗ്ധമായി ഹൈജാക്ക് ചെയ്യുകയും 3 മണിക്കൂറോളം ഡൽഹിയെ സ്തംഭിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഗൂഢാലോചന നടന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ വീട്ടിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഡൽഹിയിലെ 10 രാജാജി മാർഗിലാണ് മല്ലികാർജുന ഖാർഗെയുടെ വസതി. ഇന്നലെ അദ്ദേഹത്തിന്റെ 84ാം ജന്മദിനമായിരുന്നു. ആ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അവിടെ ആദ്യം എത്തിയത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. പിന്നീട് കോൺഗ്രസിന്റെ എംപിമാരെ അടക്കം അവിടേക്ക് വിളിച്ചു വരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, കർണാടക മുഖ്യമന്ത്രി വി ഡി ശിവകുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഖാർഗെയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. പിന്നീട് രാഹുൽ ഗാന്ധി അനൗൺസ് ചെയ്യുന്നു, നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ഒരു മാർച്ചാണ്. ആ മാർച്ച് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്കാണ്. മല്ലികാർജുന ഖാർഗെയുടെ വസതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയായ 7 ലോ കല്യാൺ മാർഗം തമ്മിൽ ഏകദേശം 500 മീറ്റർ മാത്രം ദൈർഘ്യമേ ഉള്ളൂ. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടേക്കാണ് ഈ മാർച്ച് ഇന്നലെ അപ്രതീക്ഷിതമായി വന്നത്. അതോടുകൂടി കഥയറിയാതെ പല എംപിമാരും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള മന്ത്രിമാരും എംപിമാരും ഇത് വലിയ പ്രതിഷേധമാണ്, ഇത് ഞങ്ങൾ രാജ്യത്തിന്റെ മുന്നിൽ ഞങ്ങൾ പോരാളികളാണ് എന്ന് തെളിയിക്കും എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പോലീസിന് മുന്നിൽ ചാടി വീണു. വിഷ്ണുനാഥ് ചാടി വീണത് നമ്മൾ കണ്ടല്ലോ. അവർക്ക്, അതായത് ഡൽഹി പോലീസിന് ഇവരെ ഒന്നും അറിയില്ല, ഈ വിഷ്ണുനാഥ് ആരാണെന്ന് അറിയില്ല. അതിനിടയിലാണ് മറ്റൊരാൾ കയറി കരുത്ത് തെളിയിക്കാൻ വന്നത്. ആരാണ്? ഡീൻ കുര്യാക്കോസ് എം പി. അദ്ദേഹം പോലീസുകാരുമായി പരസ്യമായി ഏറ്റുമുട്ടുകയാണ്. താൻ ശക്തിമാനാണ്, മഹാശക്തിമാനാണ്, തൻ്റെ മസിൽ പവർ ഡൽഹി പോലീസിന് മുന്നിൽ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി പോലീസുകാരെ തള്ളി മാറ്റുന്നു. അവരെ ബലമായി തള്ളി മാറ്റിക്കൊണ്ട് ഡീൻ കുര്യാക്കോസ് അങ്ങനെ മഹാശക്തിമാനായി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ തട്ടി അകത്തേക്ക് കയറ്റുന്നത്. എവിടേക്ക്? പോലീസ് വാഹനത്തിലേക്ക് തട്ടി അകത്തേക്ക് കയറ്റുന്നു. അവിടെ വെച്ച് ഡീൻ കുര്യാക്കോസ് എന്തു ചെയ്തു? ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ കഴുത്തിന് കയറി പിടിച്ചിട്ട് അക്രമാസക്തനായി ആ കോൺസ്റ്റബിളിനെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ മറ്റുള്ളവർ ചേർന്ന് ഡീൻ കുര്യാക്കോസിനെ ആക്രമത്തിൽ നിന്ന് പിന്തിരിക്കുകയായിരുന്നു. He's an MP. तो हमने खुद. He's an MP. He's an MP. He's a member of parliament. Yeah. You should respect him. He's from Idiki. MP. You should respect him. Don't manhandle MP. Excuse me. You manhandled him. He's an MP. He's an MP from Kerala. Is this way? I know. MP. And he just came out from hospital. You should be careful. MP. बैठो मैं कह रहा हूँ बैठो कोई दिक्कत नहीं. You can't do that. He's also Sansad. Excuse me. किसान विरोधी सरकार, पहलवान विरोधी सरकार, जनता विरोधी सरकार. Just came from a hospital. ये क्या कर रहे हैं पुलिस वाले? देखो क्या कर रहे हैं? देखिए क्या कर रहे हैं पुलिस वाले? देखो क्या सरकार बदलनी है, वो सरकार की कमी है, वो सरकार बदलनी है, ये सरकार.
എന്തു തന്നെയാൽ നമുക്കറിയാമല്ലോ, ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ശരീരത്ത് കൈവച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു, പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ട, പിന്നെ അങ്ങോട്ട് സുഖവ എന്ന് പറയുന്നത് പോലെ ഡീൻ കുര്യാക്കോസിനും ഇന്നലെ രാത്രിയിൽ സുഖമായിരിക്കും. എവിടെ? പോലീസ് സ്റ്റേഷനിൽ. ആ ഡൽഹിയുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ മുഴുവൻ അവിടുത്തെ സെല്ലുകൾ നിറയെ പാറ്റ പാർട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെ ഇവരെയൊക്കെ കൊണ്ട് തള്ളുന്നത് ഹരിയാന അതിർത്തിയിലുള്ള വെള്ളവും വെളിച്ചവും ഇല്ലാത്ത അപരിഷ്കൃതമായ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ ഇന്നലെ രാത്രി ഏത് പോലീസ് സ്റ്റേഷനാണ് ഡീൻ കുര്യാക്കോസ്, ഈ ശക്തിമാനായ മഹാശക്തിമാനായ ഡൽഹി പോലീസിനെ അടിച്ചമർത്താൻ ശേഷി ഉണ്ട് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഡീൻ കുര്യാക്കോസിനെ ഏതോ അപരിഷ്കൃതമായ പ്രാകൃതമായിട്ടുള്ള ഹരിയാന അതിർത്തിയിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ റിമാൻഡിലാണ് കിടക്കുന്നത്. നമുക്കറിയാമല്ലോ അവിടുത്തെ റിമാൻഡിൽ കഴിയുന്ന ആരൊക്കെയാണെന്ന്. ചമ്പൽ കൊള്ളക്കാരാണ്, അതേപോലെ പോക്കറ്റ് അടിക്കാരാണ്, കത്തിക്കുത്തുകാരാണ്, യാതൊരു ബോധവും വെളിവുമില്ലാത്തവരാണ്. അവരുടെ ഇടയ്ക്കിലേക്കാണ് ഈ ഡീൻ കുര്യാക്കോസിനെ കൊണ്ടിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. കാരണം കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞത്, ഞാൻ ഡൽഹിയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹരിയാന ബോർഡറിലുള്ള ഏതോ ഒരു പോലീസ് സ്റ്റേഷൻ കിടക്കുകയാണെന്ന് ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷ് കിടന്ന് കാറിക്കൂന്ന് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എവിടെയാണെന്നുള്ള കാര്യം യാതൊരു വ്യക്തതയുമില്ല. അദ്ദേഹത്തിന് എന്തു പറ്റി എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിനും അറിയില്ല, അദ്ദേഹത്തിനും അറിയില്ല. ഇത് എവിടേക്കാണ് ഡീൻ കുര്യാക്കോസിനെ കൊണ്ടുപോയത്? കാരണം അദ്ദേഹം ഈ മീഡിയയുടെ മുന്നിൽ കണ്ടപ്പോൾ, മീഡിയകളൊക്കെ കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിന് ആവേശം കയറി, അദ്ദേഹത്തിന്റെ നാഡി ഞരമ്പുകൾ അങ്ങനെ വലിഞ്ഞു മുറുകി, മസിലുകൾ പെരുത്ത് കയറി. അങ്ങനെയാണ് ഡൽഹി പോലീസിനെ കുത്തിനു കയറി പിടിച്ചത്. നമുക്കറിയാമല്ലോ ഡൽഹി പോലീസ് യാതൊരു ബോധവും ബുക്കണവുമില്ലാത്തവരാണ്. അവരാണെങ്കിൽ 2-3 ദിവസമായി ഉറങ്ങിയിട്ട് ഈ പാറ്റകളെ അടിച്ചോടിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായി അവർക്ക് ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. അവർ ആകെ അസ്വസ്ഥരായിരിക്കുകയാണ്. അതിനിടയ്ക്കിലാണ് ഈ പറയുന്ന ഡീൻ കുര്യാക്കോസ് തന്റെ ശക്തി തെളിയിക്കാനായി, കരുത്ത് തെളിയിക്കാനായി ഡൽഹി പോലീസിന്റെ കുത്തിന് പിടിച്ചത്. അവർ ക്ഷമിക്കുമോ? തീർച്ചയായും ഇല്ല. അവരുടെ അന്തസ്സിനേറ്റ അടിയാണ്. മാത്രമല്ല ഇന്നലെ ഡീൻ കുര്യാക്കോസ് നിയമം കയ്യിലെടുക്കുകയായിരുന്നു. ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ദേഹത്ത് തൊടാൻ പാടില്ല. അങ്ങനെ ഒരു ജനപ്രതിനിധി ആ നിയമം ലംഘിച്ചുകൊണ്ട്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ലംഘിച്ചുകൊണ്ട് ഒരു കോൺസ്റ്റബിളിനെ പരസ്യമായി കുത്തിന് പിടിച്ച് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പോലീസുകാർ വിടുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. പോലീസുകാരെ പരസ്യമായി ആക്രമിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? രഹസ്യമായി കൊണ്ടുപോകും. എവിടേക്ക്? ഇടിമുറിയിലേക്ക്. അവിടെ കൊണ്ടുവിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ ഡീൻ കുര്യാക്കോസിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല ഇന്നലെ അദ്ദേഹത്തെ ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്ന് പോലും ആർക്കും അറിയില്ല. ഈ പറയുന്ന ചമ്പൽ കൊള്ളക്കാരുടെ ഇടയ്ക്കാണ് ഇട്ടതെങ്കിൽ അവരുടെ വക ഇടി, മാത്രമല്ല പോലീസുകാരുടെ വക വേറെ ഇടി. അങ്ങനെ ഇവർക്ക്, ഈ പോലീസുകാർക്ക് ഡീൻ കുര്യാക്കോസ് ആരാണ്, കേരളത്തിലെ വലിയ യൂത്ത് കോൺഗ്രസ്സുകാരനാണെന്നും അവർക്കറിയില്ല. അവർക്ക് ഊണില്ല, ഉറക്കമില്ല. അവർക്ക് തലപ്രാന്ത് എടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇയാൾ ശക്തിമാനാണെന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീഴുന്നത്. അതുകൊണ്ട് ഡീൻ കുര്യാക്കോസ് ഇപ്പോൾ നടക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിൽ ഞൊണ്ടിയാണോ നടക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഭിത്തിയിൽ കൈപിടിച്ചാണോ നടക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ നടക്കുമ്പോൾ എന്തെങ്കിലും ഏനക്കേടുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വരേണ്ട സ്ഥിതിയില്ല. കാരണം പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നത് ഓഗസ്റ്റ് 13 വരെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഏനക്കേട് സംഭവിച്ചാൽ തന്നെ ആരും ഡൽഹിയിൽ അങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷേ കേരളത്തിലേക്ക് ഈ അടുത്ത ദിവസം, നാളെയോ മറ്റന്നാളോ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നടപ്പിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനാകും. ഡൽഹി ആയതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഡീൻ കുര്യാക്കോസിനെ ആരെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ, പോലീസോ ഈ പറയുന്ന കൊള്ളക്കാരോ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ അതീവ രഹസ്യമായി തന്നെ ഡീൻ കുര്യാക്കോസിനെ മാനേജ് ചെയ്യാൻ പറ്റും. കാരണം 13-ാം തീയതി വരെ അവിടെ ഡേറ്റ് ഉണ്ട്. അവിടെയൊക്കെ ചുറ്റിക്കളിച്ച് നടക്കാം. ഇങ്ങനെ ഏന്തി വലിഞ്ഞിട്ടാണെങ്കിലും, ഇടി കൊണ്ടെങ്കിൽ ഏന്തി വലിഞ്ഞിട്ടാണെങ്കിലും ഭിത്തിയിലൊക്കെ തപ്പിത്തടഞ്ഞ് നടക്കാം. അല്ലാതെ ഈ സമയത്ത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായി പിടിക്കപ്പെടും. അമ്പട, കേമ, കള്ള, ഇന്നലെ എന്തൊക്കെയായിരുന്നു കാണിച്ചത്? പോലീസിനെ കുത്തിനു പിടിച്ചപ്പോൾ ഓർക്കണമായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കും. എന്ന് നമ്മൾ മലയാളികൾ ചോദിക്കും, എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ചോദിക്കും. എന്താണ് നടക്കുമ്പോൾ ഒരു ഏനക്കേട്? എന്താണ് നടക്കുമ്പോൾ ഒരു ഏന്തി വലിവ്? എന്താണ് ആകെ ഒരു അസ്വസ്ഥത എന്ന് നമ്മൾ മലയാളികൾ ചോദിക്കും. പക്ഷേ ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാരണം 13-ാം തീയതി വരെ ഡൽഹിയിൽ അദ്ദേഹത്തിന് നിൽക്കാം. അദ്ദേഹത്തിന് അവിടെ ആയുർവേദ കേന്ദ്രമുണ്ടെങ്കിൽ ഇപ്പം കർക്കിടക മാസമാണല്ലോ, ഒന്ന് തിരുമ്മി റെഡിയാക്കിയൊക്കെ ഇവിടേക്ക് 19-ാം തീയതിക്ക് ശേഷം അദ്ദേഹത്തിന് വരാം. അപ്പോഴും അദ്ദേഹം ശക്തിമാനായി നമ്മുടെ മുന്നിൽ നിൽക്കും. ഞാനാണ് ശക്തിമാൻ, മഹാശക്തിമാൻ എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ വീണ്ടും ഡീൻ കുര്യാക്കോസ് അങ്ങനെ കരുത്ത് തെളിയിക്കാനായി വീണ്ടും 30-ന് ശേഷം രംഗത്ത് വരും. അപ്പോഴേക്കും അദ്ദേഹത്തിന് അഥവാ ഈ പറയുന്ന
എന്ന ഇടി കൊണ്ട് എങ്കിൽ, ആ ലോക്കപ്പിൽ ഇടി കൊണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കൊള്ളക്കാർ ഇടി കൊടുത്തു എങ്കിൽ അതൊക്കെ തന്നെ രഹസ്യമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ അദ്ദേഹത്തിന് 13-ാം തീയതി കൈവീശി നടക്കാനാകും. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒന്നും സംഭവിച്ചില്ല, ഡൽഹി പോലീസിന്റെ കുത്തിന് പിടിച്ചാലും ഒന്നും സംഭവിച്ചില്ല, ഇതാണ് യഥാർത്ഥ നേതാവ്, ഇതാണ് യഥാർത്ഥ പോരാളി, ഇതാണ് യഥാർത്ഥ ശക്തിമാൻ എന്ന് മലയാളികൾ ഡീൻ കുര്യാക്കോസിനെ നോക്കി പറയും. പക്ഷേ യാഥാർത്ഥ്യം അത് ആകണമെന്ന് ഇല്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.